വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഒരു പ്രത്യേക സംഭവമാണ്, എല്ലും കപ്പയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്പെഷ്യൽ ഫുഡാണിത്, എല്ലും കപ്പയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നതില്ലേ, ഒരു പോത്തിൻ്റെ വാലൊടിയാണ്. അപ്പോൾ ഒരു കിലോനധികം ഉണ്ട് വാലൊടി. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇവിടെ പൊടിച്ച മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് 2 മീഡിയം ടൈപ്പ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് ചതച്ചതാണ്. ഇത് ഏതാണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ എല്ലിനെ നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യത്തിന് നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇഞ്ചി പേസ്റ്റല്ല, ഇത് ചതച്ചതാണ്, ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഏതാണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 തുടം വെളുത്തുള്ളി, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിന് ശേഷം നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കും, എന്നിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ കപ്പയാണ് കേട്ടോ. 1.5 കിലോ കപ്പ ഒരു 3 മണിക്കൂറോളം നുറുക്കി വെള്ളത്തിലിട്ടിരുന്നു. എന്നിട്ട് കഴുകി വാരി നീറ്റാക്കി വെച്ചിരിക്കുന്ന കപ്പയാണ്. ഒരു 3 മണിക്കൂറോളം ഞാനിത് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കപ്പ നമ്മൾ വേറെയാണ് പുഴുങ്ങുന്നത്, പുഴുങ്ങി കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലും കപ്പയും വെക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തേങ്ങ വറുത്തിടുകയോ തേങ്ങ കൊത്ത് വറുത്തിടുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. കാരണം എല്ല് തന്നെ നെയ്യും കൊഴുപ്പൊക്കെ ഉള്ളതാണ്. അപ്പം വീണ്ടും നമ്മൾ അഗെയിൻ തേങ്ങ വറുത്തും ഇതൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കപ്പ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ കപ്പ ഇട്ടുന്നത്. കപ്പ കോരി മാറ്റിയതിന് ശേഷം പിന്നെ എല്ല് വേവിച്ച് മിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ എല്ല് നമ്മൾ വേവിക്കണത് ഒരു ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് ലോയിലിടും. എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ വേവിക്കുന്നത്. അപ്പോൾ അതിലുകൊണ്ട് വേവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കപ്പക്ക് വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കപ്പക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, കപ്പ നമുക്ക് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും, കുറച്ചധികം നേരമായി. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു.
വെന്തിട്ടുണ്ട് കപ്പ. ഇത് നമുക്ക് ഇനി ഒന്ന് കുത്തി ഉടക്കാനുള്ളതാണ്. അധികം കുറുകിപ്പോയാൽ പിന്നെ കോരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഈ പാത്രത്തിലായിട്ട് നമുക്ക് ഇത് കോരി മാറ്റാം. എല്ല് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ അധികമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ താളിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടാം. ഒപ്പം നമുക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എല്ലിനാവശ്യമായിട്ട് അല്പം മതി, നെയ്യുണ്ട്, നല്ല അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് ലോയിലിടാം. എന്നിട്ട് നോക്കാം. ഓക്കെ, വെന്തട്ടോ, എല്ലൊക്കെ വെന്ത് റെഡിയായേക്കണേണ്. അപ്പം നമുക്കതൊന്ന് കുഴക്കാം. അപ്പോൾ ചെറു തീ ഇട്ടിട്ടുണ്ട് ചട്ടി, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതീയാണ്. അപ്പോൾ അതിലേക്കിത് അപ്പം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ കപ്പക്കും എല്ലിനും ഒക്കെ ഉപ്പ് പാകമാണ്. മെഴുകയിൽ ഉപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. നന്നായിട്ട് നമുക്ക് ഇളക്കി കൂട്ടാം. കപ്പ ഓക്കെ ആയിട്ടാ, സെറ്റായിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ല. ഇത് ചെറു തീയിൽ കിടക്കണതാണ് ഇപ്പോഴും. അപ്പോൾ ചൂടാടോടി വേണം കഴിക്കാൻ. അതുകൊണ്ട് തീ ഓഫാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് താളിച്ചിടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രോസസ്സ്. ഇതാണ് എല്ലും കപ്പയുടെ. അപ്പോൾ പരിപാടിയൊക്കെ വേണ്ട ഓക്കെ ആയി. നമുക്കിനി തീയൊക്കെ ഓഫ് ചെയ്ത് കഴിക്കാൻ നോക്കാം ചൂടോടുകൂടി തന്നെ. ഓക്കെ.